എല്ലാവർക്കും അമ്മാസ്ഫുഡിൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. 50 ഗ്രാം കാഷ്യൂനട്ട് എടുത്തു. അതിലേക്ക് 1 ഗ്ലാസ് ഹോട്ട് മിൽക്ക് ആഡ് ചെയ്തു. ഇത് നമുക്കൊരു 25 മിനിറ്റ്സ് കുതിർക്കാൻ വേണ്ടി വെക്കണം. ഇഞ്ചി 1/2 ഇഞ്ച് അത് ഇതുപോലെ കട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി ഒരു 5 എണ്ണം എടുത്തു. പിന്നെ പച്ചമുളക് നമുക്ക് 3 എണ്ണം മതി. ഞാൻ 4 എണ്ണം എടുത്തിട്ടുണ്ട്, കാരണം അല്പം സ്പൈസി ആയിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ്. പിന്നെ ഒനിയൻ ഒരു മീഡിയം സൈസ് സവാള അത് ഇതുപോലെ കട്ട് ചെയ്യുക. ഇനി നമുക്ക് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം. അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് പേസ്റ്റ് ആക്കി എടുക്കണം. നമ്മൾ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 മീഡിയം സൈസ് തക്കാളി, പഴുത്ത തക്കാളി എടുക്കണം. അത് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ പേസ്റ്റ് ആക്കി എടുക്കും മിക്സിയിലിട്ട്. ഇതിന് വെള്ളം ഒഴിക്കേണ്ട, അല്ലാണ്ട് തന്നെ അത് നോർമലായിട്ട് നന്നായിട്ട് പേസ്റ്റ് ആയിക്കോളും. ഈ റെസിപ്പി നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണിത്. ഞാൻ മിക്കവാറും ഉണ്ടാക്കാറുണ്ട്. എല്ലാവർക്കും അറിയാമായിരിക്കുമെങ്കിലും ഞാനൊന്ന് പ്രസൻറ്റ് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ കുതിർക്കാൻ വെച്ച പാലും കാഷ്യൂം റെഡി ആയിട്ടുണ്ട്. അതും നന്നായിട്ട് അരച്ചെടുത്തു. പാത്രം നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു, കുക്കിംഗ് ഓയിൽ. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യൂടെ ആഡ് ചെയ്യുക. നന്നായിട്ട് ചൂടായതിന് ശേഷം 100 ഗ്രാം കാഷ്യൂ നമുക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ കളർ, അധികം ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഏകദേശം നന്നായി ഗോൾഡൻ കളറായി നമ്മുടെ കാഷ്യൂ. അത് നമുക്ക് മാറ്റാം. കാഷ്യൂ റെഡിയായി. ഇതിൽ തന്നെ നമുക്ക് ബാക്കി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അല്പം പെരുംജീരകം, ഒരു നുള്ള് ടേസ്റ്റിന് വേണ്ടി, പിന്നെ മസാല ഇല, അതിനുശേഷം അതിലേക്ക് സിനമൺ, കറുവപ്പട്ട, ഒരു 2-3 ഏലക്ക, പിന്നെ ഗ്രാമ്പു ഒരു 4 എണ്ണം, പിന്നെ അല്പം ജാതിപത്ര. പിന്നെ നമുക്ക് ഉണങ്ങിയ റെഡ് ചില്ലി ആഡ് ചെയ്യണം, 2 എണ്ണം കട്ട് ചെയ്തു. പിന്നെ പച്ചമുളക് 2 എണ്ണം. ഇത് നേരെ പകുതി മതി, കാരണം ഞാൻ സ്പൈസി ആയതുകൊണ്ട് മാത്രമാണ് 2 എണ്ണം വീതം എടുക്കുക, അല്ലെങ്കിൽ ഓരോന്നെടുത്താൽ മതി. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഒനിയനും പച്ചമുളകും പേസ്റ്റ് ആഡ് ചെയ്യുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറി റെഡിയാവും. ഇപ്പോൾ സ്മെല്ല് വരുന്നുണ്ട്, നല്ല സ്മെല്ല്. പച്ചമണമൊക്കെ മാറി സെറ്റായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തക്കാളി പേസ്റ്റ് ആഡ് ചെയ്യുക. അതും നന്നായിട്ട് ഇളക്കി പച്ചമണം മാറുന്നിടം വരെ ഇളക്കി സെറ്റായി. ഇനി ഇതിലേക്ക് ഒരു തിള വരണം. നമുക്കിനി മസാല പൊടികൾ ആഡ് ചെയ്യണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അത്യാവശ്യം ടേസ്റ്റിന് ഫ്ലേവറിന് വേണ്ടി കുരുമുളക് പൊടി 1 പിഞ്ച്. അതിലേക്ക് പിന്നെ നമ്മൾ ഉണങ്ങിയ ഉലുവ ഇല, അത് മാർക്കറ്റിൽ കിട്ടും പാക്കറ്റായിട്ട്. അതിൻ്റെ 1 ടേബിൾ സ്പൂൺ നമുക്ക് ആഡ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. മസാല, ഗരം മസാല 1 ടീസ്പൂൺ അതുകൂടെ നമുക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കുക. നല്ല ടേസ്റ്റാണ് ഈ കറി, എല്ലാവരും ട്രൈ ചെയ്യണം. ഉപ്പ് കറക്റ്റായിരിക്കണം, 1 ടീസ്പൂൺ. നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ സീക്രട്ട്, ഇത് എല്ലാ കറിക്കും, മസാലയുള്ള എല്ലാ കറിക്കും ഞാൻ ഉപയോഗിക്കാറുണ്ട്. നല്ല ടേസ്റ്റ് ഇട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഷുഗർ 1 പിഞ്ച്. അതിലേക്ക് നമ്മുടെ കാഷ്യൂ മിൽക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചത് ആഡ് ചെയ്തു. നന്നായിട്ട് ഇളക്കുക.
നന്നായിട്ട് ഇളക്കുക. ഇപ്പോൾ ഒരു നല്ലൊരു മണം വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു അര ഗ്ലാസ് കൂടെ വെള്ളം ചേർക്കണം. ഗ്രേവി കറക്റ്റ് ആയിക്കോളും. അര ഗ്ലാസ് കൂടെ വെള്ളം ചേർത്തു നന്നായിട്ട് ഇളക്കുക. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കും. തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് മൂടി വെച്ചിട്ട് 10 മിനിറ്റ് വേവിക്കണം. 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ഗ്രേവി നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. ഇപ്പം തന്നെ ഒരു നല്ല മണം വരുന്നുണ്ട്. ഗ്രേവിയൊക്കെ തിക്കായി നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂസ് ആഡ് ചെയ്യാം. നല്ല രുചിയുള്ളൊരു വിഭവം തന്നെയാണ് വെജിനകത്ത് കാഷ്യൂ നട്ട് കറി. ചപ്പാത്തിയുടെ കൂടെയൊക്കെ വളരെ നല്ല ടേസ്റ്റായിട്ടുള്ള വിഭവം തന്നെയാണ്. പിന്നെ നമുക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്യണം. കുറച്ച് ഒരു 1.5 ടീസ്പൂണോളം. പിന്നെ അത്യാവശ്യത്തിന് നമ്മുടെ മല്ലിയില ആഡ് ചെയ്തു. കറി ഓക്കെ ആയി. നല്ല ടേസ്റ്റാണ്. വളരെ എളുപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ലൊരു കറിയാണ്. നമ്മുടെ അതിമനോഹരമായ കാഷ്യൂ നട്ട് കറി ഇവിടെ തയ്യാറായി.